കുവൈത്ത് വിഷമദ്യ ദുരന്തത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയേക്കും. മദ്യത്തിന് വീര്യം കൂട്ടാൻ മെഥനോൾ കലർത്തിയതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സംഘം സമ്മതിച്ചു. ചികിത്സയിലുള്ള പ്രവാസികളെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം നാടുകടത്തുമെന്നാണ് റിപ്പോർട്ട്. 23 പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തത്തിൽ 4 പേരാണ് പ്രധാന പ്രതികളെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണ് ഇവർ. നേപ്പാൾ സ്വദേശി ഭൂപൻലാൽ തമാങ്കും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. മറ്റുള്ളവർ മദ്യം നിർമ്മിക്കാനും വിതരണം ചെയ്യാനും സഹായിച്ചവരാണ്. വിവിധ ഇടങ്ങളിൽ നിന്നായി സ്ത്രീകളടക്കം 71 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ പ്രധാന പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് റിപ്പോർട്ട്. ഓരോരുത്തരുടെയും കുറ്റകൃത്യവും പങ്കും വിലയിരുത്തിയ ശേഷമാകും പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികൾക്കുള്ള കുറ്റം ചുമത്തുക. വിഷമദ്യം കഴിച്ച് 160 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അദാൻ, ഫർവാനിയ, അബാസിയ ആശുപത്രികളിലാണ് ഏറ്റവും അധികം പേർ കഴിയുന്നത്. ചികിത്സയിൽ കഴിയുന്നവരിൽ 21 പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടു. നിരവധി പേരെ പലതവണ ഡയാലിസിസിന് വിധേയരാക്കി. ചികിത്സയ്ക്ക് ശേഷം എല്ലാ പ്രവാസികളെയും സ്വദേശത്തേക്ക് തിരിച്ചയക്കുകയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അൽ അഹമ്മദി ഗവർണറേറ്റിൽ വിഷമദ്യ ദുരന്തം ഉണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.